അപ്പോൾ മച്ചന്മാരെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് വേങ്ങര കൂരിയാട് എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന 4 പേര്, അവർ 700ഓളം പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു തോണി നിർമ്മിച്ചു. അപ്പോൾ അതിങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണാൻ ഒരു കമ്പം, അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോൾ അതിൽ ഒരാൾ നമ്മളെ ചങ്കുമാണ്, ചേച്ചീൻ്റെ മകനുമാണ്. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. 4 പേരുണ്ട്, പക്ഷെ നമുക്ക് ഒരാളെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 പേര് ഇവിടെ ഇല്ല. അപ്പോൾ ആളെ പേര് സുബീഷ് എന്നാണ്, ഞങ്ങളെല്ലാവരും ഉണ്ണി എന്നാണ് വിളിക്കൽ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നത്? ഐഡിയ ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലായാലും എല്ലാ സമയത്തും വെള്ളപ്പൊക്കം വരുന്നുണ്ട്. അപ്പോൾ കുറേ കുപ്പികളൊക്കെ ഒഴുകി വരുന്നുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും കൊറോണ ടൈമാണ്, ഒരു പണിയില്ല. അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിനും കൂടി വേണ്ടിയിട്ടാണ് കുപ്പികളൊക്കെ കളക്ട് ചെയ്ത് സൈഡിൽ നിന്ന് വയലോരത്തുനിന്നും കുപ്പികളൊക്കെ കളക്ട് ചെയ്താണ്ട് അങ്ങനെ കളക്ട് ചെയ്താണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു ബോട്ടിൻ്റെ ഐഡിയ വന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് കുപ്പി കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുപ്പി കളക്ട് ചെയ്ത് ഏകദേശം 3-3.5 മാസം മുമ്പ് ഞങ്ങൾ കുപ്പിയൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ 700ഓളം കുപ്പികൾ കളക്ട് ചെയ്ത് പിന്നെ ബോട്ടിൻ്റെ മെയിൻ പണിയിലേക്ക് കിടന്നു. കവുങ്ങ് സെറ്റ് ചെയ്തിട്ട്, ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് കുപ്പി നിരത്തി വെച്ചിട്ട് ബോട്ട് ഉണ്ടാക്കി. പിന്നെ നേരെ അടുത്താണ് കുപ്പി ഞങ്ങൾ കളക്ട് ചെയ്യാൻ ഏകദേശം 3-3.5 മാസം മുമ്പ് ഞങ്ങൾ കുപ്പി കളക്ട് ചെയ്യാൻ തുടങ്ങി, പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് ബോട്ടിൻ്റെ പണിയായിട്ട് തുടങ്ങിയപ്പോൾ 2-2.5 ആഴ്ച കൊണ്ട് പണി തീർന്നു. 2-2.5 ആഴ്ച എന്ന് വെച്ചാൽ മുഴുവനും അതിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് പണിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഉച്ചൻ്റെ ശേഷമൊക്കെ ഇങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്ത് വന്നുകൊണ്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ ചെയ്തു പോയതാണ്. ഈ നാട്ടുകാരും അതേപോലെ വീട്ടുകാർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ചെറുതായിട്ട് പോലെ കുപ്പിയെടുക്കാൻ പോണ സമയത്തൊക്കെ ചെറിയൊരു കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു, എല്ലാവരും ഏറ്റെടുത്തു. പേരല്ലാതെ ഇതിന് സഹായിക്കാൻ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ? കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടുണ്ട്, നാട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുപ്പി കളക്ട് ചെയ്യുന്ന സമയത്തായാലും തന്നെ കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ട് അപ്പുറത്ത് കുപ്പിയുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സഹായം, അതും നമുക്കൊരു ഹെൽപ്പായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. പിന്നെ കൂട്ടുകാർ കൂടെ ഉള്ളവരെ ഞങ്ങൾ 4 പേരും മാത്രമൊന്നുമല്ല, കൂടെ ഉള്ളവരും സഹായിച്ചിട്ടുണ്ട്. സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാനും ചെയ്യാനും ഒക്കെ കൂട്ടുകാരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവർ 3 പേര് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ പേരൊന്ന് പറഞ്ഞത്? കൂട്ടുകാർ സജിത്ത് എഞ്ചിനീയറിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ വിഷ്ണു ഡെക്കറേഷൻ വർക്കാണ് ചെയ്യുന്നത്. പിന്നെ രാഗിൽ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നു. 4 പേർക്കും ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടിയപ്പോൾ. പിന്നെ ഇനി എന്താണ് ഇത്, ഒന്നുകൂടി എന്തെങ്കിലും ചെയ്യാനോ അതോ പുറത്ത് എന്താണ് നിങ്ങളുടെ പ്ലാനിങ്? ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇത്രയും വൈറലാവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിൽ സനുവേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഇതിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തോട്ടിൽ ഇറക്കി വെച്ച്. അപ്പോൾ പുള്ളി ഇത് കിടക്കുന്നുണ്ടപ്പോൾ പുള്ളി എടുത്തിട്ട് ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് അങ്ങനെ നാട്ടുകാരെല്ലാവരും ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്യാനും ഇതും തുടങ്ങി. പിന്നെ അത് പുള്ളിയുടെ എങ്ങനെയൊക്കെയോ കെയർ ഓഫിൽ ന്യൂസ് ചാനൽ അറിഞ്ഞു.
പിന്നെ ചാനലുകൾ വരാനും പിന്നെ ഇങ്ങനെ അത് വൈറലായി വൈറലായി വന്നു. അപ്പൊ നമ്മളിത് പണി ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വന്നു. പിന്നെ പെയിന്റ് അടിക്കാനും പിന്നെ ഒരു ഷോക്ക് ട്യൂബൊക്കെ വെക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പ്ലാനിങ് ഉണ്ട്. ഇനി ചെറിയൊരു മോട്ടർ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കിളിന്റെ പെഡൽ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചു. എന്നിട്ട് പുറത്തോട്ട് ഇറക്കിയാൽ മതി എന്നുള്ളൊരു സെറ്റിലായിരുന്നു നിന്നിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് നമുക്കും ഭയങ്കര ഷോക്കായി, സന്തോഷമായി. ഇത്രയും അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. സംഭവം അടിപൊളിയായിക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തോണിയിൽ ഇങ്ങനെ കയറുന്നത്. ഇതുവരെ എന്താണ് സാധാ നമ്മൾ ഉള്ള തോണിയിലും കയറിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയ തോണിയിൽ കയറാൻ പറ്റി. സംഭവം അടിപൊളിയായിരിക്കും. ബാലൻസിങ് ഒക്കെ പക്കയാണ്. പിന്നെ നമുക്ക് ഇതിനെ പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊന്നും ആകെ പാടുപെട്ടു. ഇതെങ്ങനെയാണ് തുഴയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ പോകുന്നു, ഒരു മണിക്കൂറിലേറെ അവിടെ നിന്ന് പോന്നിട്ട് കുറേ അവിടെ കുടുങ്ങി, കുറച്ച് ഇവിടെ കുടുങ്ങി, അതിൻ്റെ ഇതൊന്നും ഇട്ട് കറങ്ങി. സംഭവം അടിപൊളിയായി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി.